ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രോ വീഡിയോ പറയാനായിട്ട് ഞാനും ബദ്രിമോനും മാത്രമേ ഉള്ളൂ. ഏട്ടനും ഇഷമോളും കൂടെ ഇഷയുടെ ഫ്രണ്ട്സിനെ വിളിക്കാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ അന്ന് ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കുട്ടികളെല്ലാം കൂടെ ഇന്ന് വരുന്നുണ്ട്. അന്ന് ഓണസദ്യ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് പറയാറുണ്ട്, ദോശ ഉണ്ടാക്കിത്താ, ബിരിയാണി ഉണ്ടാക്കിത്താ, അങ്ങനെയൊക്കെ. അങ്ങനെ ദോശ ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി സ്കൂളിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് കടവായിട്ടുള്ളത് ബിരിയാണിയാണ്. അപ്പം ഇവർ ഈ 10th കഴിയാറായല്ലോ, പിന്നെ ഒരു ദിവസത്തേക്ക് വിളിക്കാനും പറ്റില്ല. കുട്ടികളെല്ലാവരും ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ പറയാറുണ്ട്. ഉണ്ടാക്കാൻ അറിയാമോ ആൻറ്റി ബിരിയാണി? ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കാറില്ല, ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്നവർക്ക് വാക്കും കൊടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അവരെ വിളിക്കാമെന്നുള്ളത്. അപ്പം ചേട്ടനും ഇഷയും കൂടെ വിളിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് എങ്ങനെയൊക്കെയാണെന്ന് അറിയത്തില്ല, എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ബദ്രിമോൻ വലുതാകുമ്പോൾ ബദ്രിമോൻ്റെ ഫ്രണ്ട്സും വരും കേട്ടോ. ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാവോ അമ്മയെന്ന്. പക്ഷേ ഇന്ന് എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു പിന്നീടൊരു ദിവസം ബദ്രിമോൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കാം. ദീദിയുടെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പം 10th കഴിഞ്ഞ് അവരങ്ങ് പോവുമല്ലേ, വേറെ വേറെ കോളേജുകളിലേക്ക് പോവുമല്ലേ. അപ്പം അവർക്ക് ഇനി എന്നായിരിക്കും ഒരു റീയൂണിയനൊക്കെ ഉണ്ടാവുക. അപ്പം നമുക്ക് മോൻ്റെ ഫ്രണ്ട്സിനെ പിന്നൊരു ദിവസം വിളിക്കാം. ഇപ്പം ഇഷയുടെ ഫ്രണ്ട്സാണ് വരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇഷയുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇവർ ഇത്രയും പേരാണ് മോളുടെ ബെസ്റ്റീസ് എന്ന് പറയുന്നത്. ഇവർ 10-11 വർഷം കൊണ്ട് ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഇനി അടുത്ത 10th കഴിഞ്ഞ് പലരും പല കോളേജുകളിലാണ് പോകുന്നത്. അതിനു മുന്നേ ഒരു ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ ഒരു സെൻഡ് ഓഫോ ഒക്കെ പോലെ ഈ എക്സാമിന് മുന്നേ ഉള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ഇവർക്ക് ഇതുപോലൊരു ചെറിയൊരു പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്ക് മോക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. നമ്മൾ ഈ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം അവർ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരുടെ പോക്കറ്റ് മണിയിൽ നിന്ന് എടുത്ത് ചെറിയൊരു ഗിഫ്റ്റ് അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് വെറുങ്കയോടെ വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നത്. നല്ലൊരു ഫ്ലവറുമാണ് കൊണ്ടുവന്നത്. അത് ഇഷമോള് ഹാളിലെ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും അവർക്കത് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും എപ്പോഴും ഓർമ്മ വരണം എന്ന് വിചാരിച്ചിട്ട് ഹാളിൽ തന്നെ അവളത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവർക്ക് കുടിക്കാനായിട്ട് കുറച്ച് ജ്യൂസും സ്നാക്സും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്നാക്സായിട്ട് എടുത്തത് പ്ലം കേക്കും ഉണ്ണിയപ്പം ലഡു ഇതൊക്കെയാണ്. ഇവരെപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അവരിങ്ങോട്ട് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ നമ്മുടെ വീട്ടിൽ ഓണത്തിന് വന്ന സമയത്ത് ഞാൻ പ്ലം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഇഷ്ടമായി. ഇത്തവണയും അതുപോലെ തന്നെ പ്ലം കേക്ക് വാങ്ങിയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും അവർ നല്ലതുപോലെ ഇഷ്ടത്തോടെ തന്നെ എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വേണ്ടി ഞാനൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു കുട്ടി മാത്രം നോൺ വെജ് ഒന്നും കഴിക്കില്ല. അതുകൊണ്ട് അവൾക്ക് വേണ്ടി മാത്രം വെജ് ബിരിയാണിയും പനീർ കറിയും ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഈ ബിരിയാണി കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇഷയും ഫ്രണ്ട്സും ഗാർഡനിലേക്ക് പോയിട്ട് കുറച്ച് റീൽസും ഡാൻസും ഫോട്ടോസും ഒക്കെ എടുത്തു വെച്ചു. ഇതെല്ലാം അവർക്ക് ഒരു മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ കുറേ റീൽസ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇഷയുടെ ഡാൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലായ പൂനെ മല്ലൂസിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയൊന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ ഞാനിവിടെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ചേട്ടനും പിള്ളേർക്കും ഒക്കെ ഇഷ്ടമാകാറുമുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളത് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആദ്യം ഞാൻ വെജ് ബിരിയാണിയുടെ മിക്സ് എല്ലാം ഉണ്ടാക്കി മാറ്റി വെച്ചു. വെജ് ബിരിയാണി കഴിക്കുന്ന മോള് ഒട്ടും തന്നെ എരിവ് കഴിക്കില്ല. അവൾക്ക് ഒട്ടും മസാല പാടില്ല. അതുകൊണ്ട് അവൾക്ക് ഒട്ടും എരിവിടാതെ തന്നെയാണ് ഞാൻ വെജ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ പനീർ കറിയിലും ഞാൻ അതുപോലെ കുറച്ച് ചെറുതായിട്ട് മാത്രമേ മസാലകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്കുള്ളത് ഞാൻ ആദ്യം ഉണ്ടാക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് ചിക്കൻ ബിരിയാണിയുടെ മസാലകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്കൂളിൽ വെച്ചും ഇവരെന്നോട് പറഞ്ഞു വിടാറുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് ഉണ്ടാക്കി കൊടുത്തു വിടാനായിട്ട്. അങ്ങനെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൂടി പ്രത്യേകം ഡബയിലായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിടാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കുന്ന ഈ ഫുഡുകൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവിടെ നേരത്തെ തന്നെ 10th എക്സാം സ്റ്റാർട്ട് ചെയ്യും. February 2 പ്രാക്ടിക്കൽ എക്സാം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് February 18 ആണ് തിയറിയുടെ എക്സാം വരുന്നത്.
ടൈം ടേബിൾ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഡേറ്റ് അറിയാൻ പറ്റും. അവർ വന്ന നിമിഷം മുതൽ ഇപ്പം വരെ ഫുൾ എനർജി മോഡിലാണ്. ചിരിയും സംസാരവും കളിയും, വീട്ടിലൊരു സ്മാൾ പാർട്ടി അറ്റ്മോസ്ഫിയർ പോലെ തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ അവർ റീൽസൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് എല്ലാവരും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബിരിയാണി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്, ഫില്ലിംഗ് ഘട്ടത്തിലാണ് അവർ വന്നത്. ഇത് കണ്ടിട്ട് തന്നെ അവർ പറയുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല സ്മെല്ല് വരുന്നുണ്ട്, ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പം ഇതിൻ്റെ മണം അടിച്ചിട്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പും തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വെജ് ബിരിയാണി, പനീർ കറി, ചിക്കൻ ബിരിയാണി, സാലഡ്, ഇത്രയുമാണ്. പപ്പടം കൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കും പപ്പടത്തോട് വലിയ താല്പര്യമില്ല, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇഷമോളാണെങ്കിൽ വളരെ ഫാസ്റ്റാണ് കഴിക്കുന്നതിൽ. അവൾ കഴിച്ചു, വളരെ കുറച്ചേ കഴിക്കൂ, പക്ഷേ വളരെ ഫാസ്റ്റിൽ കഴിക്കുകയും ചെയ്യും. അവൾ കഴിച്ചു കഴിഞ്ഞു, നേരത്തെ എഴുന്നേറ്റു. പക്ഷേ ഈ മക്കളാണെങ്കിൽ വളരെ പതിയെ കഴിക്കൂ. ചോറൊക്കെ ആണെങ്കിലും വളരെ പതിയെ കഴിച്ചിട്ടാണ് അവർ എഴുന്നേറ്റത്. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. നല്ലതുപോലെ കഴിച്ച് അവരുടെ കുറച്ച് നേരവും കൂടെ അവരുടെ ഫൺ മൊമെൻറ്റ് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവർ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നത്. 11-12 വർഷം ഒരേ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് 10th കഴിഞ്ഞാൽ അവരോരോരോ കോളേജുകളിലേക്ക് മാറും. ഇതെല്ലാവരും എനിക്ക് ഇഷയെപ്പോലെ തന്നെ പ്രിയപ്പെട്ടവരാണ്. വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തന്നെ ഇരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ഈ സ്പെഷ്യൽ വ്ലോഗ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. 10th എക്സാം എഴുതുന്ന ഇഷമോൾക്കും ഫ്രണ്ട്സിനും നിങ്ങൾ ഓരോരുത്തരുടെയും ബ്ലെസ്സിങ്ങും വേണം. എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതാനായിട്ട് ഞാനും ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.